ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിനായി എത്തിയതാണ് എന്ന് സംശയമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇത് ചോദ്യം ചെയ്യലിനെത്തിയതാണോ ഷഫീദ്? അല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ആസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തേണ്ട കാര്യമില്ല. ഇന്ന് രാവിലെ പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് താൻ അക്കാര്യമൊക്കെ ഉദ്യോഗസ്ഥരോട് പറയാം, താൻ പോയില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന സമീപനമായി പോകത്തില്ലേ എന്നൊക്കെയായിരുന്നു അക്കാര്യത്തിലെ കണ്ടെത്തൽ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പക്ഷേ അതൊക്കെ മാറി. ദേവസ്വം ആസ്ഥാനത്തേക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമയം മുൻപ് എത്തിയെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു ബന്ധു ഉൾപ്പെടെയുള്ളവരാണ് അവിടേക്ക് എത്തിയത്. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാകാൻ എത്തിയതാണ് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് ലഭിക്കുന്നുണ്ട്. ഏതായാലും സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് 3-ാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ബാംഗ്ലൂരിലടക്കം ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ള അനൌദ്യോഗിക വിവരമുണ്ടായിരുന്നു. സ്വർണ്ണപ്പീഡ വിവാദത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ തന്നെ അദ്ദേഹത്തെ മുൻപ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾക്കിടെയാണ് വീണ്ടും കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുന്നു ദേവസ്വം ആസ്ഥാനത്ത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ നിർണായകമായിട്ടുള്ള നീക്കം ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് നടക്കുന്നു. അല്പസമയം മുൻപ് കാര്യത്തിലെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മൾ മുൻപ് അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ തന്നെ 1999-നും 2019-നും ഇടയിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു കൊടുത്ത ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്തു പറ്റി, അതിന്റെ ദുരൂഹത എങ്ങനെ മറനീക്കി പുറത്തുവരും എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മുൻപിൽ ഹാജരാകണമെങ്കിൽ അത് അഭിഭാഷകരുടെ അടക്കം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തേക്ക് വരുന്നു. അദ്ദേഹം വിജിലൻസ് ഉദ്യോഗസ്ഥർ മുൻപിൽ ഹാജരാകുന്നു. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ഷഫീദ്, ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇത് അനുമതിയില്ലാതെ കൊണ്ടുപോയതിൽ, തൂക്കം കുറഞ്ഞതിൽ, അതുപോലെ ഇതൊരു പ്രദർശന വസ്തുവാക്കിയതിൽ, തങ്ക കവാടവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ, ഈ അനധികൃതമായി ഇത് പ്രദർശിപ്പിച്ച് പണം സമ്പാദിച്ചോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇതിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ്. ഏറ്റവും നിർണായകമായ നടപടിയിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുന്നു. ഷഫീദ് റാവുത്തർ. റിജിത്ത്, ഉറപ്പായിട്ട് ഇതിൽ 2014 ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സകല ഇടപാടുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ അത് ദേവസ്വം വിജിലൻസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയത് സ്വർണ്ണപ്പാളി തന്നെയാണെന്നുള്ള കാര്യം രേഖകൾ സഹിതം, പ്രത്യേകിച്ച് മഹസറും രജിസ്റ്ററും അടക്കം ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതി സ്ഥിരീകരിച്ച രേഖകളിൽ നിന്ന് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചിരുന്നു. കൂടാതെ അത് സാധൂകരിക്കുന്ന മൊഴികളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് വിധത്തിലാണ് ഈ സ്വർണ്ണം പാളി അത് ഈ പറയുന്ന തരത്തിലേക്ക് ചെമ്പ് പാളിയായി മാറിയത് എന്നുള്ള കാര്യത്തിൽ ദേവസ്വം വിജിലൻസിന് ഒരു വ്യക്തത വരുത്തണം, ഒരു ക്ലിയറൻസ് ഉണ്ടാക്കണം. അതിലാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം. രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ അദ്ദേഹത്തിന് ചില ഇടപെടലുകൾ, നെയ്യഭിഷേകം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വഴിവിട്ട രീതിയിൽ നടത്തി. ആചാരലംഘനം അടക്കം അതിനകത്തുണ്ടായി. 2020 മുതൽ ദേവസ്വം ബോർഡ് തന്നെ വിലക്കിയ സംഭവമാണ്. അപ്പോൾ അതിലടക്കം അത്രയധികം സന്നിധാനത്ത് പവർഫുള്ളായ ഒരു മനുഷ്യനെ ഈ വിവാദങ്ങളുടെ പിന്നാലെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, UB ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള വിജയ് മല്യ 1999 സ്വർണം പൊതിഞ്ഞു കൊടുത്തിട്ടുള്ള സ്വർണ്ണപ്പാളികൾക്ക്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്തുപറ്റി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഇന്ന് രാവിലെ വലിയ കോൺഫിഡൻസോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഒരു തരത്തിൽ സാങ്കേതികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ നിന്ന് കൈയെഴുകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരം ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്, ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതടക്കം നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നതിനിടെ ഈ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുക 2019 കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളി അതെങ്ങനെ ബാംഗ്ലൂരിലെത്തി, അതെങ്ങനെ തമിഴ്നാട്ടിലെത്തി, ഇന്നും പുറത്തു വന്നു മറ്റൊരു സംസ്ഥാനത്തേക്ക് അത് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയൊക്കെ പോയി, അതിനപ്പുറത്തേക്ക് ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ട് പ്രദർശിച്ചപ്പോൾ, സംഭാവനകൾ വാങ്ങിയപ്പോൾ, സ്പോൺസർഷിപ്പ് വാങ്ങിയപ്പോൾ എത്ര രൂപ അദ്ദേഹത്തിന് കിട്ടിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം വിജിലൻസ് വ്യക്തത തേടും. ഒരു പടി കൂടി കടന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ദേവസ്വം വിജിലൻസിന് ചില സംശയങ്ങളുണ്ട്. അക്കാര്യത്തിലടക്കം സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ടാകും. രേഖകളടക്കം നിരത്തിയായിരിക്കും ദേവസ്വം വിജിലൻസ് SP യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുക. ശ്രീജിത്ത്.
ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ദേവസ്വം വിജിലൻസ് കടന്നിരിക്കുകയാണ്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകൾ, സംശയങ്ങൾ, അതിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വ്യക്തത തേടേണ്ടത്. ഇതിനോടകം തന്നെ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ വിവാദങ്ങളുടെയൊക്കെ കേന്ദ്രബിന്ദു എന്നുള്ള നിലയിൽ, ആരോപണ വിധേയൻ എന്നുള്ള നിലയിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക, കൂടുതൽ വ്യക്തത വരുത്തുക, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൊഴിയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ, അതുപോലെ ഈ സന്നിധാനത്ത് വഴിവിട്ട രീതിയിൽ ഇത്രയും വലിയ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം, നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കോടതിയുടെ അനുമതി പോലും ഇല്ലാതെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത്, അതിൻ്റെ തൂക്കത്തിലുണ്ടായ കുറവ്, പിന്നീട് പലയിടങ്ങളിൽ ചെന്നൈയിലും ബംഗളൂരുവിലുമൊക്കെ ഈ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ചത്, അതുപോലെ പലതരത്തിലുള്ള ഇടപെടൽ, തൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണ ഒരാൾക്ക് കഴിയാത്ത തരത്തിൽ സന്നിധാനത്ത് ഇടപെടലുകൾ നടത്തിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം, ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം ഈ വിജയ് മല്യ പതിച്ചു നൽകിയ പാളി, അതിലെ സ്വർണം എവിടെ എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്താനുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കടന്നിരിക്കുകയാണ്. ബോർഡിനും ഈ വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ബോർഡും സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമുണ്ട്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ്, അത് മേഴ്സറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂണ്ടിക്കാട്ടിയത്. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷഫീദ്, രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. തനിക്ക് കിട്ടിയത് ചെമ്പുപാളിയാണ്, അത് മേഴ്സറിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ സാങ്കേതികമായി എങ്ങനെ പറയാമെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒന്നല്ല ഒട്ടനവധി വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എളുപ്പത്തിൽ മറുപടി പറഞ്ഞു പോകാൻ കഴിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ഷഫീദ് റാവുത്തർ. റിജിത്ത്, ഉറപ്പായിട്ടും അത് നമ്മൾ പറയുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ഇടപാടുകളിൽ വലിയ സംശയവും ദുരൂഹതയും ഒക്കെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും ചെന്നൈയിലും അടക്കം. അതുകൊണ്ട് ഏതെങ്കിലും അമ്പലങ്ങളിൽ സൂക്ഷിക്കുക മാത്രമല്ല, മറ്റു ചില പൊതുസ്ഥലങ്ങളിൽ, അത് സ്വകാര്യ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അത് പ്രദർശിപ്പിച്ചത്, സംഭാവന വാങ്ങി പ്രദർശിപ്പിച്ചതടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം ബോർഡ് വിജിലൻസിന് മുൻപിലുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്ത രീതിയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറുപടി പറയേണ്ടി വരും. അതിനൊക്കെ അപ്പുറത്തേക്ക് ആത്യന്തികമായി ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1999 വിജയ് മല്യ ശ്രീകോവിലിന് സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് ദേവസ്വം രജിസ്റ്ററിലും മഹസ്റ്ററിലും വ്യക്തമാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിലോ ഈ സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ അത് ക്രയവിക്രയം ചെയ്യുന്നോ മാറ്റിയോ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.